പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുകയായിരുന്നു. 3 ഇക്വേഷൻസാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ വെലോസിറ്റി ടൈം റിലേഷനാണ്. ദാറ്റ് വാസ് v = u + at. ഇതിൽ v എന്നത് ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t ടൈം. രണ്ടാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് s = ut + ½ at². മൂന്നാമത്തത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ്. v² = u² + 2as. ഇങ്ങനെ 3 ഇക്വേഷൻസാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇനി ഇതിൽ നിന്ന് 2 ഇക്വേഷൻസ് വേറെ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. അതിലൊന്നാമത്തതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്, ഒരു പ്രത്യേക സെക്കൻഡിൽ ഒരു വസ്തു എത്ര ദൂരം സഞ്ചരിച്ചു, ഒരു പ്രത്യേക സെക്കൻഡിൽ ഒരു വസ്തു എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ s = ut + ½ at² ആണ്. ഒരു ഒബ്ജക്റ്റ് 5 സെക്കൻഡ് സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ സെക്കൻഡിൽ 2 മീറ്ററും രണ്ടാമത്തെ സെക്കൻഡിൽ 4 മീറ്ററും മൂന്നാമത്തെ സെക്കൻഡിൽ 6 മീറ്ററും നാലാമത്തെ സെക്കൻഡിൽ 8 മീറ്ററും അഞ്ചാമത്തെ സെക്കൻഡിൽ 10 മീറ്ററും ഒരു വസ്തു മൂവ് ചെയ്തെന്ന് വിചാരിക്കുക. എങ്കിൽ ടോട്ടൽ എടുത്ത സമയം 5 സെക്കൻഡാണ്. 5 സെക്കൻഡ് കൊണ്ടാണ് ഈ വസ്തു ഇത്രയും സഞ്ചരിച്ചിട്ടുള്ളത്. ടോട്ടൽ ടൈം 5 സെക്കൻഡാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ദൂരം സഞ്ചരിച്ചു? ഒന്നാമത്തെ സെക്കൻഡിൽ 2, then 4, then 6, then 8, then 10 അല്ലേ? 2 + 4 6 + 6 12 + 8 20 + 10 30 മീറ്ററാണ് ഈ ഒബ്ജക്റ്റ് ടോട്ടൽ മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5-ാമത്തെ സെക്കൻഡിൽ എത്ര മൂവ് ചെയ്തു? നമുക്ക് ഈ ചാർട്ട് കണ്ടാൽ അറിയാം അല്ലേ? 5-ാമത്തെ സെക്കൻഡിൽ 10 മീറ്ററാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതായത് ടോട്ടൽ 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചത് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അത് 30 മീറ്ററാണ്. അതിൽ നിന്ന് ഇതിപ്പോൾ 5 സെക്കൻഡ് കൊണ്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് = 30 മീറ്റർ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് 5 - 1 ടോട്ടൽ ചെയ്യാം. 5 - 1 എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചത്. അതായത് 5 - 1 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചത്. നമുക്കിപ്പോൾ 5-ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ അതിന് തൊട്ട് മുമ്പ് വരെയുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. ആദ്യം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക, പിന്നീട് എത്രാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണോ കാണേണ്ടത് അതിനേക്കാൾ 1 സെക്കൻഡ് കുറച്ച് ഉള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. അതായത് ഇവിടെ ഒന്നാമത് എഴുതിയിട്ടുള്ളത് 5 സെക്കൻഡ് കൊണ്ട് ടോട്ടലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതാണ് 30 മീറ്റർ. രണ്ടാമത് എഴുതിയിട്ടുള്ളത് 5 - 1, അതായത് 4 സെക്കൻഡ് കൊണ്ട് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? എത്രയാണത്? 4 സെക്കൻഡ് കൊണ്ട് 2 4 6 8 20 ആണ്. അപ്പോൾ 20 മീറ്ററാണ്. ഇനി ഒന്നാമത്തതിൽ നിന്ന് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് n - 1 സെക്കൻഡ് കൊണ്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് ചെയ്യാം. അതായത് 30 - 12 = 10 മീറ്റർ. ഇവിടെ 5-ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്റർ.
അപ്പോൾ ഇതിന് ഒരു ഇക്വേഷൻ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷനിലൂടെ ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമ്മുടെ തിയറി നമുക്ക് ആദ്യം എഴുതണം. തിയറി എഴുതുമ്പോൾ നമ്മുടെ തിയറിയിൽ അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്, nth മീൻസ് ഇത്രാമത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത്. nth സെക്കൻഡ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n സെക്കൻഡ്സ് ഈക്വൽ ടു ഇക്വേഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n seconds minus displacement in n minus 1 second. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ എസ് എന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n minus 1 seconds. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n seconds. അപ്പോൾ ഇവിടെ n സെക്കൻഡിന് അല്ലേ എസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n സെക്കൻഡ്സ്, n എന്ന് പറയുന്നിടത്ത് ടൈമാണ് അല്ലേ, സെക്കൻഡിൻ്റെ ടൈമാണ്. അപ്പോൾ ടൈമിൻ്റെ സ്ഥാനത്ത് ആദ്യം എന്നും എടുക്കുക. ഇവിടെ യു ടി എന്നതിന് പകരം യു എൻ എന്നാവും. പിന്നെ ഹാഫ് എ ടി സ്ക്വയർ എന്നതിന് പകരം ഹാഫ് എ എൻ സ്ക്വയർ ആവും. മൈനസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n minus 1 seconds മൈനസ് യു ഇൻറ്റു ടിക്ക് പകരം എന്താവും n minus 1 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു n minus 1 ഓൾ സ്ക്വയർ. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചെയ്തു നോക്കാം. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്. അത് നമ്മൾ എസ് എൻ എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യാം. എസ് എൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്. എസ് എൻ ഈക്വൽ ടു യു ടി പ്ലസ് അല്ലേ, യു ടിക്ക് പകരം എന്ത് കൊടുക്കാം? എൻ കൊടുക്കാം. പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എ ടിക്ക് പകരം വീണ്ടും എൻ കൊടുക്കുക, എൻ സ്ക്വയർ. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ n സെക്കൻഡ്സ്. മൈനസ്, ഇനി മൈനസ് ചെയ്യണം. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വലിയൊരു ടേം എഴുതാനുള്ളത് കൊണ്ട് നമ്മളതിൻ്റെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി n minus 1 seconds. അപ്പോൾ ഈ ടിക്ക് പകരം ഇവിടെ n ആണ് കൊടുത്തത്. ഈ ടിക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കാം? n minus 1 കൊടുക്കാം. യു n minus 1 യു ഇൻറ്റു n minus 1 പ്ലസ് ടിക്ക് പകരം n minus 1 ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയറിന് പകരം n minus 1 ഓൾ സ്ക്വയർ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. n minus 1 ഓൾ സ്ക്വയർ. ഇതിൽ ദാറ്റ് ഈസ് എസ് എൻ ഈക്വൽ ടു ദാറ്റ്സ് ഈക്വൽ ടു ഈ ടൈം അതേപോലെ എഴുതുക ആദ്യം യു എൻ പ്ലസ്, കാരണം നമുക്ക് ആദ്യം ബ്രാക്കറ്റിലെ ബോർഡ് മാസ് റൂൾ പ്രകാരം നമുക്ക് ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യേണ്ടതുണ്ട്. ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് യു ഇൻറ്റു n minus 1 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു n minus 1 ഓൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഓൾ സ്ക്വയർ. എ മൈനസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഇൻറ്റു n സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി. ഏതാണ്? 2 ഇൻറ്റു n ഇൻറ്റു 1. 2 ഇൻറ്റു എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2n മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ബിക്ക് പകരം ഏതാണ്? 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ. 1 സ്ക്വയർ മീൻസ് 1n. ഇനി നമ്മളിതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു എൻ പ്ലസ്
ഹാഫ് എ എൻ സ്ക്വയർ മൈനസ്, അവിടെ ബ്രാക്കറ്റ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യണം അല്ലേ. അതിനു മുമ്പ് ഈ ബ്രാക്കറ്റ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. മൈനസ് ഇൻറ്റു യു ഇൻറ്റു എൻ യു ഇൻറ്റു -1 മൈനസ് യു, അപ്പോൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ആയി. പ്ലസ് ഹാഫ് എ ഇൻറ്റു എൻ സ്ക്വയർ, ഹാഫ് എ എൻ സ്ക്വയർ എന്തുണ്ട്, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു -2n, ഹാഫ് ഇൻറ്റു പ്ലസ്, അപ്പോൾ ഈ ഹാഫിലെ 2ഉം ഈ 2ഉം കൂടി എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി ഇവിടെ എന്തുണ്ടാവും, എ ഉണ്ടാവും, 1 ഇൻറ്റു എ ഉണ്ടാവും. 1 ഇൻറ്റു എ ഈക്വൽ ടു എ ആണ്. 1 ഇൻറ്റു എ ഈക്വൽ ടു എ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എ മാത്രം ഉണ്ടാവുക. എ ഇൻറ്റു -n മൈനസ് എ എൻ, എ ഇൻറ്റു -n ഈക്വൽ ടു -an. പിന്നെ എന്താ ഉള്ളത്, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് പ്ലസ് ഹാഫ് എ. ഓക്കെ, ഇനി നമുക്കൊരു ബ്രാക്കറ്റ് കൂടി സോൾവ് ചെയ്യാണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ, ഇവിടെ മൈനസ് ഇൻറ്റു യു എൻ മൈനസ് ഇൻറ്റു -u പ്ലസ് യു, പിന്നെ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് എ എൻ പ്ലസ് ഹാഫ് എ യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് യു എൻ പ്ലസ് യു പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് എ എൻ പ്ലസ് ഹാഫ് എ. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് ഉണ്ടെങ്കിൽ അതിനെ ഡബിൾ ചെയ്യാം, ഓപ്പോസിറ്റ് ടേംസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലേ. എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ യു എൻ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, -un ഉണ്ട്. ഇവിടെ +un ആണ്, ഇത് -un ആണ്. അപ്പോൾ ആ ടേം എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഇതുള്ളത് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ. സി ഇവിടെ മൈനസ് ഇങ്ങോട്ട് കൂടി ബാധകമാണ്, അതുകൊണ്ട് ആ മൈനസ് ഇവിടെ മൈനസ് ആയിരിക്കും കേട്ടോ, സോറി. അപ്പോൾ ഈ മൈനസ് ഹാഫ് എ എൻ സ്ക്വയറും മൈനസ് ഹാഫ് എ എൻ സ്ക്വയറും കൂടി എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ബാക്കി ആകെ 3 ടേംസ് ഉണ്ടാവുക. ഒന്ന് യു ഉണ്ടായിരിക്കും, യു ഉണ്ട്, പിന്നെ -an ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഹാഫ് എ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ എനെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് ചെയ്യാം. ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഇൻറ്റു യു പ്ലസ് അല്ലേ എ ഇൻറ്റു n-1/2 n-1/2 ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. Sn ഈക്വൽ ടു യു പ്ലസ് എ n-1/2. ഇതിൽ എ എന്നുള്ളത് ആക്സിലറേഷൻ, എൻ എന്നുള്ളത് ഏത് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ നമുക്ക് കാണേണ്ടത് അത്. ഓക്കെ, പിന്നെ ഈ 1/2 എന്നത് ഈ എന്നിൽ നിന്ന്, ഇപ്പോൾ 5 ആണെങ്കിൽ 5 ആണ് എന്നെങ്കിൽ 4.5, അതായത് 4.5 ഇതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കുക. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്. ഓക്കെ, യു പ്ലസ് എ ഇൻറ്റു n-1/2 or n-1/2 you can write this as u plus n-1/2 അല്ലെ, കുറച്ചുകൂടി പറയാൻ എളുപ്പം അങ്ങനെ ആയിരിക്കും. എ ഇൻറ്റു n-1/2 എന്ന് പറഞ്ഞതിനേക്കാൾ എളുപ്പം ഈ n-1/2 ആണ്, n-1/2. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്. രണ്ടും ഒരേ ടേംസ് തന്നെയാണ്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി nth സെക്കൻഡ്, ഏത് സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് ഈ ഇക്വേഷനിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് നമുക്ക് ആകെ വേണ്ടത് എന്താണ്, ഒന്ന് ഒരു ഇനീഷ്യൽ വെലോസിറ്റിയാണ്, രണ്ടാമത് എത്രാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റിയാണ് നമുക്ക് എത്രാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ്.
പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ആക്സിലറേഷനാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലും ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ഏതൊരു ഒബ്ജക്റ്റും ഇന്ന സെക്കൻഡിൽ ഇത്ര ദൂരം സഞ്ചരിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.